ഹലോ സ്റ്റുഡൻസ്, +1 കൊമേഴ്സിൽ നിന്നും +2 കൊമേഴ്സിലേക്ക്, +1 കൊമേഴ്സിൽ നിന്ന് +2ലേക്ക് എത്തുന്ന സമയത്ത് ഒരു വലിയ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ +2ലേക്ക് എത്തിയത്. ഈ എക്സാമിനേഷൻ പാറ്റേൺ നിങ്ങൾക്ക് ഫെമിലിയർ ആയി. വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തിയറി എക്സാംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരിക്കലും +1 നമ്മൾ പ്രാക്ടിക്കൽ എക്സാംസ് എഴുതുന്നില്ല. പലപ്പോഴും +2 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. സയൻസ് വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട് എന്നുള്ളത് വളരെ ഫെമിലിയർ ആണ്. പക്ഷേ അതുപോലെ തന്നെ കൊമേഴ്സ് കുട്ടികൾക്കും ചില സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ മസ്റ്റാണ്, നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് +2 കൊമേഴ്സ് കുട്ടികൾക്ക് വരുന്ന പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ? പ്രധാനമായിട്ടും നമുക്കറിയാം, അക്കൗണ്ടൻസിക്കകത്ത് 2 കോമ്പിനേഷൻ ഉള്ളത്. അക്കൗണ്ടൻസി വിത്ത് AFSഉം അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ പോർഷൻ ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൂടാതെ മറ്റു ഓപ്ഷൻ പേപ്പറുകളായ ഏറ്റവും പ്രധാനപ്പെട്ട മാത്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങൾക്കും നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കോമൺലി പറയാൻ സാധിക്കുന്ന +2 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ സബ്ജക്ട്. അക്കൗണ്ടൻസിക്കകത്ത് പ്രാക്ടിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തന്നെയാണ്. അവിടെ ഒരു സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്നു എന്നുള്ളതാണ് +2 അക്കൗണ്ടൻസിയുടെ പ്രാക്ടിക്കൽ സൈഡ്. അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സൈഡ് തന്നെയായിരിക്കും. അതായത് പ്രധാനമായിട്ടും പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് +2 അക്കൗണ്ടൻസി പഠിക്കാനുള്ളതെങ്കിൽ അത് 4 ചാപ്റ്റേഴ്സിൽ ഒതുങ്ങി നിൽക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്ന് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്നത്. പ്രാക്ടിക്കൽസിന് വേണ്ടി മാത്രമല്ല കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും തിയറി ആയിട്ട് എക്സാമിന് ചോദിക്കും, കൂടാതെ പ്രാക്ടിക്കലും. അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് കോമ്പിനേഷൻ കാണുന്നത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണ്. കാരണം 20 മാർക്സിന്റെ തിയറി, അതിന്റെ കൂടെ 40 മാർക്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കോമ്പിനേഷൻ എടുത്ത കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകും. +2 അക്കൗണ്ടൻസിയുടെ പ്രാക്ടിക്കൽ അടക്കം നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 120ലാണ്, 120ലാണ് നമ്മുടെ മാർക്സ് വരുന്നത്. നിങ്ങൾക്കറിയാം, +1ൽ നിങ്ങൾ 80 മാർക്സിന് എഴുതി കഴിഞ്ഞു. ഇനി 120 ആണ് +2 നിങ്ങൾ എഴുതാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെ ഈ 40 മാർക്സ് ആണ്. ആ 40 മാർക്സ് ആണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. മറ്റു വിഷയങ്ങൾക്കും ഇതേ പാറ്റേണിൽ തന്നെയാണ്. അത് മാത്സ് ഓപ്ഷൻ ആയി കഴിഞ്ഞാലും, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ആണെങ്കിലും സെയിം പാറ്റേൺ നമ്മൾ മാർക്കിൽ ഫോളോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് പ്രാക്ടിക്കൽ സൈഡ് +2 ക്ലാസ്സിൽ. +2 കൊമേഴ്സ് പഠനം +1 പോലെയല്ല, കുറച്ചുകൂടി അഡ്വാൻസ് ആണ്. നമ്മൾ നല്ല പോലെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയ കൂടി തന്നെയാണ് പ്രാക്ടിക്കൽ വരുന്നു എന്ന് പറഞ്ഞാൽ, കൂടാതെ ഓപ്ഷൻസിന്റെ പ്രത്യേകതയും. സോ നമുക്ക് വേണ്ടതൊരു കൃത്യമായ ഗൈഡൻസ് ആണ്. തീർച്ചയായും സൈലം പ്രൊവൈഡ് ചെയ്യുന്നതും അത് തന്നെയാണ്. നമുക്കറിയാം, എക്സ്ക്ലൂസീവ് ബാച്ച് ആണ്, കൊമേഴ്സ് കുട്ടികൾക്കുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ആണ് സൈലം യുവ ബാച്ച്. സൈലം +2 യുവ ബാച്ചിൽ ഈ പറഞ്ഞ ഓപ്ഷൻ പേപ്പേഴ്സ് അടക്കം പ്രാക്ടിക്കൽ സപ്പോർട്ട് അടക്കം മുഴുവൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. തീർച്ചയായും നല്ലൊരു സപ്പോർട്ട് കേരളത്തിലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് സൈലം യുവ ബാച്ചിൽ നൽകാൻ കഴിയും. സൈലം യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം.